സ്തോത്രം പറയാമോ? സ്തോത്രം 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 എന്ന് നന്ദി പറയാവോ? ഹല്ലേലൂയ. നമ്മുടെ മുറിവുകളെ ഉണക്കുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ. നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. വ്യക്തമായ അഭിഷിക്തനിലൂടെ എനിക്കറിയാം, ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ സാഹചര്യം, പക്ഷെ അഭിഷിക്തനൊന്നും അറിയില്ല. ഇത് ഓരോരുത്തരെയും കുറിച്ചുള്ള എൻ്റെ അപ്പൻ്റെ അരുളപ്പാടാണ്. ആമേൻ. അത് പ്രാപിച്ചവർക്ക് ഏറ്റവും അനുഗ്രഹമാണ്. നമ്മളിപ്പോൾ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ കയ്യിൽ കർത്താവിന് എന്താ നിങ്ങൾ കൊണ്ടുവന്നത് കൊടുക്കാൻ, എൻ്റെ അപ്പനെ കൊടുക്കാൻ നിങ്ങൾ എന്ത് കൊണ്ടുവന്നു അത് നിങ്ങളുടെ കൈകളിലേക്കും എടുത്തു. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. നാഥാവരും കൈയായി കടന്നു വരാതെ എൻ്റെ അപ്പൻ്റെ രാജ്യത്തിന് വേണ്ടി വിതയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിത്തിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ മക്കളുടെ നാഥാവസ്ഥയിൽ നിന്ന് തങ്ങൾ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുമ്പോൾ അതിരട്ടിയായി മടക്കി കൊടുത്ത് നാഥ അങ്ങ് മാനിക്കണം യേശുവ. 2025 ആദ്യത്തെ മാസത്തിലെ ആദ്യത്തെ ആരാധനയിൽ ഒരു മഹത്വം ആ നാഥ വിതയ്ക്ക് നാഥ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അത് സഹായിക്കണം. അത് ബാങ്ക് ബാലൻസായി, ആരോഗ്യമായി, ബലമായി, സന്തോഷമായി, സമാധാനമായി, ദൈവരാജ്യത്തിൽ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ എൻ്റെ പ്രിയ എല്ലാ മക്കൾക്കും ലഭ്യമാകട്ടെ. എല്ലാ കുടുംബങ്ങളുടെ മേലും അത് വെളിപ്പെടട്ടെ. അപ്പച്ചാ, ആർക്കെങ്കിലും വിതയ്ക്കാനില്ലാതെ ഇതിൻ്റെ അകത്ത് കണ്ണുനീരോട് ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ വരുന്ന ആളുകൾ അവിടെ പടകിനെയും കർത്താവ് നിറയ്ക്കണം. വരുന്ന ആളുകളിൽ ഒരു ഉയർച്ചയും ഉന്നതിയും കർത്താവ് നൽകണം. ദൈവരാജ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽപ്പാൻ, ഒരുമിച്ച് ആ പണിയിൽ ആ നാഥാദൈവമേ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയം കൊയറംഗങ്ങൾ എല്ലാവരും തന്നെ മുമ്പോട്ട് വരും. ഒരു ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉദയം എന്ന് പറയുന്ന കർത്താവാണ്. എഴുന്നേറ്റ് കരകടിച്ച് പാടാം. ഹല്ലേലൂയ. നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വായുവേ
ഇരിക്കുക. എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? സന്തോഷമുള്ളവർ ചിരിച്ചോണ്ട് ഹല്ലേലൂയ പറഞ്ഞു. അടുത്തിരിക്കുന്നവരോട് സുഖമാണോ എന്നൊന്നും ചോദിച്ചേ. 2025 നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2024 ഇതേ സ്റ്റേജിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി 2025 നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? പറഞ്ഞ് കേട്ട എത്ര പേരുണ്ട്? ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് നമ്മളൊരു അനുഗ്രഹമാകണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അടുത്തിരിക്കുന്ന ആരെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ സിറ്റി ലൈഫ് പോലെ ആകരുത്, നാടൻ രീതിയിലേക്ക് വരണം. നാട്ടുകാർക്ക് എല്ലാവരെയും അറിയാം, മനസ്സിലായോ? സിറ്റി ലൈഫ് നമുക്ക് ദൈവരാജ്യത്തിന്റെ അകത്ത് വേണ്ട. ആരെങ്കിലും ബലഹീനരായി പോയാൽ അവരെ കൈപിടിച്ച് കയറ്റണം. ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ണുനീർ തുടയ്ക്കണം. അവരെ കൂടെ ഒപ്പം കൂട്ടുന്നതാകട്ടെ ദൈവരാജ്യത്തിന്റെ പണി. ഹല്ലേലൂയ. നമ്മൾ അടുത്ത ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ അഭിഷിക്തൻ നമ്മോടൊപ്പമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പ്രിയ അഭിഷിക്ത ലീന ടൈറ്റസ് സിസ്റ്റർ ഞങ്ങൾ നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങൾ വ്യക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവ് ചില ദൂതുകൾ വ്യക്തിപരമായൊക്കെ നിങ്ങളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് എങ്ങനെ ലീഡ് ചെയ്യുന്നു പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞാൻ എൻ്റെ ഈ അഭിഷിക്തയ്ക്ക് എൻ്റെ ഈ മൈക്ക് കൈമാറുന്നു. ഗോഡ് ബ്ലെസ് യു. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമീയല്ലോ ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേല്ലോ ജീവിതം. എത്ര ധന്യമേല്ലോ ജീവിതം. ഇതിനായ ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിന്റെ പ്രാരംഭ മാസത്തിന്റെ 8ാം ദിവസം തിരുസന്നിധിയിൽ നമുക്ക് അണയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം അറിയാം. വളരെ പ്രാർത്ഥനയിൽ എന്നെ കൈത്താങ്ങിയാൽ മാത്രമേ എനിക്ക് ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. അല്പസമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ള സമയം വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കൂടാരവാതിക്കൽ വെളിപ്പെടും എന്ന് വിശ്വാസമുള്ള നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജനുവരിയിൽ കുടുംബമായി ഇതുപോലെ പേയാട് ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് 1 വർഷക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. നമ്മൾ എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നുള്ള സകല നന്മകൾ നൽകി. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നതിന് കൃപയല്ലേ, നമ്മൾ നിന്നതന്നെ ദൈവ കൃപയല്ലേ. എവിടെയൊക്കെ നമ്മൾ വീണു പോകേണ്ടതായിരുന്നെന്നേ, എവിടെയൊക്കെ നമ്മൾ തകർന്നു പോകേണ്ടതായിരുന്നോ, നമ്മളെക്കാൾ പ്രായം കൂടിയവർ കുറഞ്ഞവർ ഒക്കെ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞപ്പോൾ നമ്മുടെ പൈതങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് സ്കൂളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമുക്ക് അവരുടെ കൂടെ പോകാൻ കഴിയില്ല. അവർ വന്ന് കണ്ടാലേ കണ്ടെന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു നശിച്ച ലോകത്തിന്റെ നടുവിൽ നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തു പരിപാലിച്ച ദൈവത്തിന് ഇന്ന് പകൽ
അടങ്ങിയിരിക്കുവാൻ നമുക്ക് കഴിയുമോ? അടങ്ങിയിരിക്കുവാൻ കഴിയുമോ? ലോകമാധ്യമങ്ങളിലൂടെയൊക്കെ അനേക കുഞ്ഞുങ്ങളുടെ മരണവാർത്തകൾ നമ്മുടെ കർണപടങ്ങളിൽ കേട്ടില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ഭവനത്തിലുള്ളവരുടെ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച്, രോഗദുഃഖാദികളിൽ നിന്ന് വിടുവിച്ച്, മാരകമായ രോഗങ്ങൾ നമ്മെ ബാധിക്കാമായിരുന്നു. എന്നാൽ അതിന്റെ നടുവിലല്ല നമ്മെ നിർത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അടങ്ങിയിരിക്കരുത്. ഒരു കൃപ പ്രാപിച്ച് ഒരു ദൈവിക പദ്ധതി ഇന്ന് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. 2024 പ്രാപിച്ച കൃപ പോരാ 2025. നമ്മൾ വിചാരിക്കും 2025 നന്മയാണ്, സന്തോഷമാണെന്നൊക്കെ. എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന ചില അനർത്ഥങ്ങളുണ്ട്, നമ്മെ കാത്തിരിക്കുന്ന ചില കഷ്ടതകളുണ്ട്. എന്നാൽ ഭയപ്പെടാൻ കാര്യമില്ല. അതിൻ്റെ നടുവിൽ ജയത്തോടെ നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയോ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ വിശ്വാസമുള്ളവർ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പുതിയ കൃപ പ്രാപിക്കാതെ നിങ്ങൾ വന്നതുപോലെ ആരും ഭവനങ്ങളിലേക്ക് മടങ്ങരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പവിത്ര സിസ്റ്റർ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴെല്ലാം ഒരു വേദഭാഗം എന്നെ വളരെ സ്പർശിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഒരു വാക്യത്തിൽ നിന്ന് മാത്രം മെസ്സേജ് പറഞ്ഞാൽ മതിയോ? ഒരു അനുഭവം വേണ്ടേ? ഒരു സന്ദർഭം വേണ്ടേ പറയാൻ? വേണ്ട, നീ ഈ വചനം മാത്രം പറഞ്ഞാൽ മതി. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വിഷയം മാറ്റുവാൻ ദൈവസന്നിധിയിലിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനെ ഉണർത്തിച്ച് ഈ വാക്യം തന്നെ നീ പറയണം. വരുന്ന ജനത്തോട് എനിക്ക് ചിലത് കൈമാറുവാനുണ്ട്. ആരും ഇനിയുള്ള സമയങ്ങൾ അലക്ഷ്യമായിരിക്കാതെ, കർത്താവേ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അവസ്ഥയൊന്ന് മാറി, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം ഒന്ന് മാറി. കഴിഞ്ഞ നാളുകൾ ഞാൻ അനുഭവിച്ച വേദനകൾ, കഴിഞ്ഞ നാളുകൾ എനിക്ക് ആരോട് പറയുവാൻ കഴിയാതെ വണ്ണം ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ വിമ്മിപ്പൊട്ടിയ വേദനയുമായി കഴിഞ്ഞ എത്രയോ രാത്രികൾ നമുക്ക് ആരോട് നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെന്നേ. നമ്മെ അറിയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നിന്നെ വിളിച്ച്, നിന്നെ വേർതിരിച്ച്, നിന്നെ ചില പ്രവൃത്തികൾക്ക് വേണ്ടി കണ്ടവനായ ദൈവം ഇന്ന് പകൽക്കാല വിശ്വാസത്തോടെ ആയിരിക്കുമെങ്കിൽ, ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിച്ച്, കർത്താവേ, അടിയനോട് സംസാരിക്കണമേ എന്നുള്ള ഒരു ദൈവസന്നിധിയിൽ വാഞ്ചയോടെ ആയിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ വെറുതെ വിടുകയില്ലെന്ന്. നമ്മൾ വിട്ടേച്ചുവന്ന ഭവനത്തിനകത്തളങ്ങളിൽ സ്വർഗത്തിന്റെ ദൂതന്മാർ ഇറങ്ങാൻ പോകുകയാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കരയുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ദൈവത്തിന് സ്തുതി കരയേറ്റുമ്പോൾ, നമ്മൾ വിട്ടേച്ചു വന്ന ചില വിഷയങ്ങൾ കിടപ്പുണ്ട്. ആ വിഷയങ്ങളുടെ അകത്തളങ്ങളിൽ ചില ദൈവിക പദ്ധതികൾ, ചില ദൈവിക മറുപടികൾ നമ്മുടെ കൂടാര വാദിക്കൽ വെളിപ്പെടും. ആ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ചുരുങ്ങിയ സമയം ദൈവസന്നിധിയിലായിരിക്കാം. സങ്കീർത്തനങ്ങൾ എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം, അതിന്റെ 18-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 34:18 വാക്യം. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി മെസ്സേജുകൾ നമ്മെ ദൈവം ധൈര്യപ്പെടുത്തിയ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാല ചിന്തയ്ക്കായി വായിക്കുവാനിടയായത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പരിശുദ്ധാത്മാവ്, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ദൈവം ഓരോ മുഖങ്ങളെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹൃദയ നുറുക്കത്തോടെ, ഭാരത്തോടെ, ജീവിതത്തിനൊരർത്ഥമില്ലാതെ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഓരോ ദിവസവും കാട്ടിക്കൂട്ടി അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. ലഭിച്ച കുടുംബജീവിതത്തിന് സമാധാനമില്ലാതെ, ലഭിച്ച ചുറ്റുപാടുകളുടെ നടുവിൽ വേദനയോടെ, ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയ സഹോദരി, സഹോദര, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്, അല്ലെങ്കിൽ നീ ഹൃദയ നുറുക്കത്തോടെ ഇരിക്കുമ്പോൾ, നീ വേദനയോടെ ഇരിക്കുമ്പോൾ, ആരും കാണാതെ, അല്ലെങ്കിൽ ഈ റൂമിനകത്തളങ്ങളിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ദൈവം മാറി നിന്ന് നോക്കി ചിരിക്കുകയല്ല, ദൈവം മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. ദൈവം എൻ്റെ നിന്റെ സമീപയാ. ഹൃദയം നുറുങ്ങി നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ തലമുറകളുടെ വിഷയങ്ങളുടെ നടുവിൽ ആരോടപ്പാ പോയി പറയേണ്ടത്? എൻ്റെ മാതാവിനോടോ, എൻ്റെ പിതാവിനോടോ? അവർ നീ ലോകത്തില്ലല്ലോ, പിന്നെ ഞാൻ ആരോടാ പറയേണ്ടത്? എനിക്ക് പങ്കാളിയായി തന്നവനോടോ, അല്ലെങ്കിൽ തന്നവളോടോ? അവൾ അവളുടെ കാര്യങ്ങൾ നോക്കി
നോക്കി അവന്റെ കാര്യങ്ങൾ നോക്കി പോകുമ്പോൾ ഞാൻ ആരോടാ പറയണ്ടേ? ഈ വേദനയോടിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിന്റെ മുറിവുകളെ കെട്ടുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, ചില വർഷങ്ങളായി, നാളുകളായി ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആഴമേറിയ മുറിവുകളുമായി കഴിയുന്നവർ ഇതിനകത്തളങ്ങളിലുണ്ട്. നിങ്ങളുടെ മുറിവിനെ ഇന്ന് പകൽക്കാലം ചികിത്സിച്ച് ഭേദം വരുത്തി ഭവനത്തിലേക്ക് അയക്കുക. അല്ലെങ്കിൽ ഗിലെയാദിലെ പരമ വൈദ്യനായ ചെയ്യുക നമ്മുടെ നടുവിലുണ്ടെന്ന് രഹസ്യ മനസ്സിനേറ്റ ചില മുറിവുകള്, അല്ലെങ്കിൽ മനസ്സിനേറ്റ ചില വ്രണങ്ങള്, അല്ലെങ്കിൽ ഞെക്കി ആ വ്രണത്തെ പുറത്തെടുത്ത് ചികിത്സിച്ച് ഇന്ന് പകൽക്കാലം നിന്നെ വന്നതിനേക്കാൾ ഇരട്ടി ബലത്തോടെ ഭവനത്തിലേക്ക് അയക്കുക. സർവശക്തനായ ദൈവ, രോഗിക്ക് പരമവൈദ്യനായ ദൈവ, മനഭാരത്തിലിരിക്കുന്നവരെ മുറിവുകളെ കെട്ടുന്നവനായ ദൈവ, ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ നടകൊള്ളുകയാ. നിന്റെ ഹൃദയത്തിലെ മുറിവുകള്, നിന്റെ ഹൃദയത്തിലെ വേദനകള്, നിന്റെ മനസ്സിലെ ഭാരങ്ങളെ ഇന്ന് പകൽക്കാലം സ്വർഗം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാ. ഒന്നലറി കരയണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. ഹൃദയത്തിന്റെ വേദന കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയെങ്കിൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് എത്രയോ ദിനങ്ങളുണ്ട്. എന്തിന് ജീവിക്കണം? ആർക്കു വേണ്ടി? എൻ്റെ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളത്? കർത്താവേ, എന്തിനാ എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചത്? ആർക്കും എന്നെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലല്ലോ. ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളല്ല ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തി ഇവിടെ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. കാരണം പലരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് എനിക്കിവിടെ നിൽക്കുമ്പോൾ കാണാമെന്നേ. പലരും വേദനയോടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ തലമുറകളായിപ്പോയി, ഇല്ല എങ്കിൽ എന്നേ തീർന്നു കളയാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പലരും ഇതിനകത്തളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഒരു അനുഗ്രഹ പ്രസംഗമല്ല ഇന്ന് പകൽക്കാലം ഇവിടെ ആവശ്യം. ദൈവദാസനിലൂടെ നമ്മൾ ശക്തമായ ദൈവികാലോചന കേട്ടു. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളോ മരുഭൂമിയിൽ നമുക്ക് വേണ്ടി കരുതുന്ന വഴികളൊക്കെ നാം കേൾക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചില മുറിവുകളെ കെട്ടുവാനാണ്. നമുക്കറിയാം, ഈ ലോകപ്രകാരം നമ്മളൊരു പ്രാണി കടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുകയോ ചെയ്താൽ നമ്മൾ ആശുപത്രിയിൽ പോകും, നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുക്കും. നമ്മുടെ മുറിവുകളൊക്കെ അല്ലെങ്കിൽ നന്നായി അവരൊന്ന് കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ അതിനാവശ്യമായ എല്ലാം ചെയ്ത് നമ്മളെ ഭവനത്തിലേക്ക് മടക്കി അയക്കും. അതുപോലെ ആ സർവശുദ്ധ അല്ലെങ്കിൽ ഒരിക്കലും ഈ ലോക വൈദ്യന്മാർക്കോ ഈ ലോകത്തിലുള്ള ആർക്കും നമ്മുടെ മുറിവുകളെ കെട്ടാൻ കഴിയത്തില്ല. എവിടെയുള്ളതെന്നറിയാമോ? ഹൃദയത്തിലെ മുറിവുകൾ. ശരീരത്തിനേറ്റ മുറിവുകളെ നമുക്ക് ഏതെങ്കിലും ഒരു ആശുപത്രിയോ ക്ലിനിക്കിലോ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർ നമുക്കത് മരുന്ന് വെക്കും. എന്നാൽ നമ്മൾ അകത്തളങ്ങളിൽ ഏറ്റതായ ചില വേദനകളുണ്ടല്ലോ, നമ്മൾ ഒറ്റപ്പെടുത്തിയ ചില അനുഭവങ്ങളുണ്ടല്ലോ, നമ്മളെ പരിഹസിച്ച ചില പരിഹാസങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ആ പരിഹാസമൊക്കെ ഓർത്താലുണ്ടല്ലോ, ഒരു ആശുപത്രി പോയി ഒരു ഡോക്ടറെ കണ്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞോ ആ മുറിവിനൊരു ശമനം ഉണ്ടാകുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന അവൻ അനുഭവിക്കുന്ന വേദനിക്കുന്ന അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് ഞെക്കി കഴുകി അതാ വ്രണം ഭാരമായി ചെയ്യാതെ വണ്ണം ആ വ്രണത്തെ ചികിത്സിച്ച് ഭേദം വരുത്തുക സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ദൈവ സാന്നിധ്യം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ആ ദൈവ സാന്നിധ്യത്തിന്റെ നേരിൽ കീഴില ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മെ കണ്ടില്ല, ആരും നമ്മെ അറിഞ്ഞില്ല എന്ന് വിചാരിച്ചില്ലേ? എന്നാൽ ദൈവാത്മാവിന് ഒന്ന് പറയാനുണ്ട്. നീ എവിടെ ഇരുന്ന് ഭാരപ്പെട്ടതായാലോ, നീ എവിടെ ഇരുന്ന് കരഞ്ഞതായാലോ, അല്ലെങ്കിൽ അത് കണ്ടവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ
ഇന്ന് പകൽക്കാലമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം നുറുക്കം, മനസ്സ് തകർച്ച, ഇത് രണ്ടും ഭയാനകമായൊരു അനുഭവമാണ്, അഥവാ വേദനാജനകമായൊരു അനുഭവമാണ്. ഒരിക്കലും സന്തോഷമുള്ള കാര്യം നമ്മുടെ മുമ്പിൽ കൊണ്ട് വച്ചിരുന്നാലും വേദനിക്കുന്ന ഹൃദയത്തോടെയാണ് നാം നിൽക്കുന്നെങ്കിൽ സന്തോഷിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മൾ മാനസികമായി വളരെ ഭാരത്തോടെ വേദനയോടെയാണ് നിൽക്കുന്നത്. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയെ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും കൊണ്ടുവന്ന് നിന്നാൽ നമുക്ക് സന്തോഷം വരുമോ? ഇല്ല. പണത്തിന് നമ്മുടെ അവസ്ഥയെ മാറ്റാൻ കഴിയത്തില്ല. ഇന്നത്തെ ലോക ജനത ഓടുന്നത് പണത്തിന്റെ പിന്നാലെയാണ്. പണത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പണത്തിന് സമാധാനം തരാൻ കഴിയുമോ? സന്തോഷം തരാൻ കഴിയുമോ? സ്വസ്ഥത തരാൻ കഴിയുമോ? 1 കോടി നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടോ? അപ്പോൾ പണത്തിന് നമ്മെ സഹായിക്കാൻ കഴിയത്തില്ല. കൂട്ടുകാർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമോ? നമ്മൾ വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്ത് വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മളെ ഫോൺ കോൾ ചെയ്തോ അവരോട് നമ്മൾ വിഷമങ്ങൾ പറയാറുണ്ട്. പക്ഷെ അവർ അവരുടെ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ നമ്മുടെ വിഷമം അവർ വേണ്ട വിധത്തിൽ കേൾക്കുമോ? കൂട്ടുകാർക്ക് നമ്മുടെ അവസ്ഥ മാറ്റാൻ കഴിയുകയില്ല. പണത്തിന് നമ്മുടെ അവസ്ഥ മാറ്റാൻ കഴിയത്തില്ല. ബന്ധങ്ങൾക്ക് നമ്മുടെ അവസ്ഥ മാറ്റാൻ കഴിയത്തില്ല. എന്ന അവസ്ഥ മാറ്റുവാൻ കഴിയുന്ന ഇസ്രായേലിന്റെ ദൈവ, യാക്കോബിന്റെ ദൈവ, അബ്രഹാമിന്റെ ദൈവ ഇന്ന് പകൽക്കാല നമ്മുടെ അവസ്ഥകളെ മാറ്റിമറിക്കുക. ഞാനും നീയും കടന്നു പോകുന്ന ചില വിഷമമേറിയ സാഹചര്യത്തിനകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം കൈമാറുവാനുള്ളത്. ആരൊക്കെ നിന്നെ മറന്നാലോ, ആരൊക്കെ നിന്നെ അകന്നുപോയാലോ, മകനെ മകളെ, നിനക്കു വേണ്ടി സ്വർഗം ഇറങ്ങുകയാ. മനസ്സ് തകരുമ്പോൾ, ഹൃദയം നുറുങ്ങുമ്പോൾ ചിലരുടെ പ്രാർത്ഥന മൗനതയിലായിരിക്കും. കാരണം നമുക്കൊന്നും നല്ല വാചകങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരായിരിക്കും. പക്ഷേ മനസ്സിലെ വേദന കൊണ്ട് ഹല്ലേലൂയ കണ്ണടച്ചിരിക്കും. പക്ഷേ ഹൃദയമായിരിക്കും കൂടുതൽ ദൈവത്തോട് സംഭാഷിച്ചിരുന്നത്. നമുക്കൊരു വാക്കുപോലും ചിലപ്പോൾ ഉരിയാടുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല. അവസ്ഥകൾ അറിഞ്ഞ് സംസാരിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ നിലവിളിച്ചു പോകും. നമ്മുടെ അവസ്ഥകൾ ഓർക്കുമ്പോൾ, നമ്മുടെ ഭാരങ്ങൾ ഓർക്കുമ്പോൾ, ഇനി എങ്ങനെ കാഴ്ചകൊണ്ട് വയ്ക്കും, ഇനി എങ്ങനെയാ മുമ്പോട്ട് പോകേണ്ടത്, ഈ ചിന്തയോടെ 2025 ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ അപ്പാ ഇനി കാഴ്ചകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്, ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും, ഞാൻ എൻ്റെ തലമുറകൾക്ക് വേണ്ടി എങ്ങനെ കരുതും, അല്ലെങ്കിൽ എനിക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം തന്നാലല്ലേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്ന്. എന്നാൽ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നമ്മെ ഉണർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ വലങ്കരത്തിന് പിടിച്ച് ഞാൻ നിന്നെ താങ്ങോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കോ. ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ എന്ത് തന്നെ ആയാലോ അതിന്റെ അകച്ചറങ്ങളിൽ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി സ്വർഗ്ഗം ചില വാതിലുകൾ ഇന്ന് പകൽക്കാലം തുറക്കുമെന്നേ. ശേബാന ദുരാജകം പ്രൗഢവനഗനഗസ്യാരവ അൽക്കന റവനഗനഗ ശാന റഗാനഗസ്യ അൽകോ റവം പ്രൗഢവനഗനഗ ശതുനേരമാനഗസ്യ. എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കാമോ? ദൈവമേ, ഞാൻ ആളുകളായി പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുകയാ. അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷ വെച്ചവരെല്ലാം കൈമലർത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കാമോ? എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാമോ? ഇന്നാരൊക്കെയോ പ്രാർത്ഥനയോടെ ഈ ആലയത്തിനകത്തളങ്ങളിൽ ഇരിക്കുന്നത്, അവരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്ന ഒരു കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ നിന്റെ കണ്ണുകൾക്ക് പോലും ആശ്ചര്യം കൂറുമാറ്, നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ ജീവിതത്തിൽ ആശ്ചര്യം കൂറുമാറ് ഒരു ദൈവിക പ്രവൃത്തി ഇന്ന്
മുതൽ സ്വർഗം ആരംഭിക്കാൻ പോകുകയാ. വിശ്വസിക്കാമോ? വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? എന്റെ കണ്ണുകൾക്ക് പോലെ അച്ചിരിമാറ് വിശ്വസിക്കുവാൻ പോലെ എനിക്ക് കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു ദൈവിക പദ്ധതിയോ ഒരു ദൈവിക പ്രവൃത്തിയോ എന്റെ കൂടാരത്തില് എന്റെ തലമുറകളുടെ വിഷയത്തിന്റെ അകത്തളങ്ങളില് ഞാൻ നീറുന്നതായ ഞാൻ കല്ലിൽ പുകയുന്നതായ ചില വിഷയത്തിനകത്ത് സ്വർഗം ചെയ്യാൻ പോകുകയാ. ചതഞ്ഞ ഓട് ഒരിക്കലും ഒടിച്ചു കളയുകയില്ല. പുകയുന്ന തിരിയെ ഒരിക്കലും കെടുത്ത് കളയില്ല. ഒരു ചതഞ്ഞ ഓടയാണോ നമ്മളെ ഒടിച്ചു കളയത്തില്ലെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില ഹൃദയങ്ങളോട് അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വിമ്മി പൊട്ടുന്ന ഭാരവുമായി എവിടെയൊന്ന് ഇറക്കി വയ്ക്കട്ടെ, ഞാൻ എവിടെ ചെന്നാണ് ഇതൊന്ന് മാറ്റേണ്ടത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഭാരവും പേറിക്കൊണ്ട് നടക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ ഭാരം യഹോവയുടെ സന്നിധിയിൽ വച്ചിട്ട് നീ കടന്നു പോകാവോ. വന്നപ്പോൾ കൊണ്ടുവന്ന ഭാരം തിരികെ നീ കൊണ്ടുപോകരുത്. മനസ്സ് റിലാക്സ് ചെയ്ത് മനസ്സിന് ആശ്വാസം കണ്ടെത്തി എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു കഴിഞ്ഞു എന്നുള്ള എന്റെ ഭാരങ്ങളുടെ നടുവിൽ എന്നെ വേദനിക്കുന്ന വിഷയങ്ങളുടെ അകത്തളങ്ങളിൽ എന്റെ എനിക്ക് വേണ്ടി മറുപടി തന്നു എന്നുള്ള വിശ്വാസത്തോടെ എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഭവനങ്ങളിലേക്ക് കടന്നു പോകേണ്ടത്. വേഗത്തിൽ ഈ ഹൃദയം നുറുങ്ങിയ മനസ്സ് തകർന്ന ചിലരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ ഒട്ടനവധി പേരെ കാണുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവ് തന്ന ചിലരെ നിങ്ങളുമായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹന്ന, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കഥാപാത്രമാണ് ഹന്ന. ഹന്നയുടെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭവനത്തിനകത്തളങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഹന്ന എന്നും പെനീന എന്നും പേരുള്ള. അല്ലെങ്കിൽ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നയുടെ ജീവിതത്തിൽ മക്കളില്ലായിരുന്നു. അത് വലിയ കുറവായി അവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10 പുത്രന്മാരെക്കാൾ ഞാൻ ഉത്തമനായ ഒരു മനുഷ്യനല്ലയോ. എന്നാൽ ഹന്ന അല്ലെങ്കിൽ ഒരിക്കലും അതിൽ തൃപ്തി അടയുകയല്ല. അവൾക്ക് അവളുടെ ജീവിതത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആലയത്തിലേക്ക് ഓടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ പല വാക്കുകളും പലപ്പോഴും നമുക്ക് ആശ്വാസത്തിന് വേണ്ടി പലരും പറയുന്നതാ. എന്നാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നൽകാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, നീ ആലയത്തിലേക്ക് ഒന്ന് ചെല്ലുവാൻ തയ്യാറാകുമെങ്കിൽ, നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പുരോഹിതൻ മനസ്സിലാക്കിയില്ല ഹന്നയുടെ വേദന എന്താണെന്ന്. അവൾ വീഞ്ഞു കുടിച്ച് ലഹരി പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അവളെ കുറിച്ച് വിചാരിച്ചിരുന്നത്. എന്നാൽ ഹന്നയുടെ ജീവിതം നോക്കിയാൽ മനോവ്യസനമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഇനി എന്ത് ചെയ്യുക? ആണ്ടുകൾ കഴിയുന്നതിന് മുന്നേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തലമുറയെ വേണം. അവൾ ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കഴിഞ്ഞ വർഷത്തിൽ വില കൊടുത്ത് പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് അകത്തളങ്ങളിൽ ഇന്നും മറുപടി ഇല്ലാതെ കിടക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് വ്യക്തമായി അല്ലെങ്കിൽ ആലോചന കൈമാറുകയാ. അല്ലെങ്കിൽ ആണ്ടുകൾ കഴിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയെ ഞാൻ ജീവിക്കുക മാത്രമല്ല, അത് നിങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്താൻ പോകുകയാ. ആണ്ടുകൾ കഴിയുന്നതിന് മുന്നേ വിശ്വസിക്കാമോ? കഴിഞ്ഞ ആണ്ടിൽ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ ചില ആണ്ടുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ഈ 2025 സ്വർഗം നിന്റെ കരങ്ങളിൽ മറുപടി തരാൻ പോകുകയാ. ഈ 2025 ഈ പ്രാരംഭ മാസം പ്രാർത്ഥനയോടെ കടന്നുപോ. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ നീ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ നിന്റെ കരങ്ങളിൽ ഏന്താൻ പോകുകയാണ്. നീ പ്രാർത്ഥിച്ചത് മറ്റൊരാൾ കയ്യിൽ ഏന്തുമെന്നല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. നീ പ്രാർത്ഥിച്ചത് നിന്റെ കയ്യിൽ ഏന്താൻ പോകുകയാ. ഹന്ന അല്ലെങ്കിൽ ദേവാലയത്തിലിരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഹന്ന തന്നെ ആ മറുപടിയുമായി ആലയത്തിലേക്ക് കടന്നു വരികയാ. ഈ ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ച ചിലരുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണിക്കുന്നു, ഈ ആലയത്തിലേക്ക് നീ പ്രാർത്ഥിച്ച നന്മയുമായി കയറി വരാൻ പോകുകയാ.
ഈ ദൈവദാസന്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് ഇന്നും മറുപടി കിട്ടാതിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കരങ്ങളിൽ ആ വിഷയം ഏന്തിക്കൊണ്ട് ഈ വഴി ഇറങ്ങി വന്ന ആലയത്തിനകത്ത് നീ പ്രവേശിക്കുമ്പോൾ നിന്റെ കയ്യിൽ ആ നന്മ താമസത്തിന് വെളിപ്പെടാൻ പോവുകയാ. ഹന്നയുടെ ജീവിതം വളരെ വേദനയായിരുന്നു. അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ എത്രത്തോളം ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഒക്കെ, അല്ല എങ്കിൽ അവർക്ക് ആ മനസ്സിലാകത്തില്ല. പെനീനയുടെ നിന്ന വാക്കുകൾ വീട്ടിനകത്ത് നിന്ന് തന്നെ നിന്ദിക്കുന്ന അനുഭവമുണ്ടോ? അല്ലെങ്കിൽ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, യഥാസമയം എന്തിനാ വാതിലടച്ചിരിക്കുന്നത്, എന്തിനാ എപ്പോഴും ബൈബിൾ എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്, എന്തിനാ ഉപവസിക്കുന്നത്, എന്തിനാ ഈ സമയം കിട്ടുമ്പോഴൊക്കെ ഓടുന്നത് എന്നൊക്കെ നിന്നെ നിന്ദിക്കുന്നവർ കണ്ടേക്കാം. പരിശുദ്ധാത്മാവ് പറയുക, അവരെ നോക്കിയല്ല ദൈവം നിന്നെ വിളിച്ചത്. അല്ലെങ്കിൽ അവരുടെ വാക്ക് കേട്ട് നീ ഭവനത്തിൽ ഇരുന്നു പോകരുത്. അവരുടെ വാക്ക് കേട്ട് നീ മുറിക്കകത്തൊതുങ്ങരുത്. പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ പ്രതിയോഗി എന്ത് തന്നെ പറഞ്ഞാല് അതിന്റെ നടുവിൽ നിന്നെ കൊമ്പായി പ്രതിയോഗി നിന്നെ നോക്കി നിൽക്കുമ്പോ നിന്നെ ഒരു കൊമ്പായി ഉയർത്തുവാൻ, കാട്ടുപോത്തിന്റെ ഒരു കൊമ്പായി ഉയർത്തുവാൻ. പ്രതിയോഗി നിന്നെ പറ്റി എന്തും പറയട്ടെ, പരിശുദ്ധാത്മാവ് പറയാ, നിന്നൊരു കൊമ്പായി, കാട്ടുപോത്തിന്റെ കൊമ്പായി. ഈ 2025 പ്രാരംഭ സമയത്ത് നിന്നെ ഒരു കൊമ്പായി ദൈവം പുറത്തെടുക്കുക. വ്യക്തമായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുക. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ചില തലമുറകൾക്ക് വേണ്ടി ഭാരത്തോടെ വേദനയോടെ കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് കാണുകയാ. മക്കൾക്ക് അല്ലെങ്കിൽ നല്ല ബന്ധമെന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചയച്ചു, അവിടെ ചെന്ന് കെട്ടപ്പെട്ട അനുഭവമാ. പ്രതിയോഗി നിങ്ങളുടെ മക്കളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലെങ്കിൽ വാക്കിനാലോ പ്രവർത്തികളാലോ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പെൺമക്കളുള്ള മാതാക്കൾ ഇതിനകത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുക, നീ താമസവിനെ കാണാൻ പോവുക. എതിരായി നിന്ന പ്രതിയോഗി അല്ലെങ്കിൽ കൊമ്പായി നിന്റെ തലമുറയെ ആ കുടുംബത്തിനകത്ത് ദൈവം ഉപയോഗിക്കാൻ പോവുക. വളരെ താലോലിച്ച് ഉള്ളത് കൊടുത്ത് വളർത്തിയെടുത്ത പെൺമക്കളാണ്. നന്മ പ്രാപിക്കട്ടെ, അവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച് അയച്ചത്. എന്നാൽ പരിശുദ്ധാത്മാ ഇതിനകത്ത് ചിലരൊരു ദൈവാത്മാവ് വ്യക്തിപരമായി ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വിരൽ ചൂണ്ടുന്നില്ല. താമസവിന് നിന്റെ മകളെ കാണുന്നത് പോലെ അല്ലെങ്കിൽ അറപ്പായി തോന്നുന്ന കുടുംബത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുക, അവരൊരു കൊമ്പായി ആരാ പ്രതിയോഗിയായിരുന്നത്, അവരുടെ നടുവില് ഒരു കൊമ്പായി നിന്റെ തലമുറയെ സ്വർണ്ണം പൊക്കിയെടുക്കാൻ. വാക്കുകൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ കഴിയത്തില്ല. പറഞ്ഞാൽ മറ്റൊരു വക്കിൽ മകളെ കാണേണ്ടി വരും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, ആ അവസ്ഥയെ പോകണ്ട, നീ ഒന്നും മിണ്ടണ്ട, മൗനമായി ഇന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഉടകവാഹസ്തനെ താമസവിനെ അടുത്തൊരു പ്രാർത്ഥനയ്ക്ക് നീ മുട്ടുമടക്കുന്നതിന് മുന്നേ ദൈവ പ്രവൃത്തി ആ ഭാഗത്ത് ആ കുടുംബത്ത് വെളിപ്പെടും. ഞാനൊരു പുതുദൂതായി ഈ ആലയത്തിന് മുൻഭാഗത്ത് ഞാൻ വന്നു നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായി കാണിച്ച കാര്യം, വർഷങ്ങൾക്ക് മുമ്പ്
ഭൂതങ്ങൾ ബാധിച്ച് പൈശാചികമായ പോരുകൾ നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു ഈ അന്തരീക്ഷം. എന്നാൽ അനേകം ഇവിടെ കടന്നു വന്ന് സ്വതന്ത്രരായിട്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് പരിശുദ്ധാത്മാവെന്ന ആലോചനയാണ്, ഈ 2025 ഇവിടെ ഈ ചുറ്റുപാട് മാത്രമല്ല വിദൂരങ്ങളിൽ നിന്ന് പോലും പൈശാചികമായ പ്രതികൂലത്താൽ കടന്നു പോകുന്ന ചിലര് ഇതിനകത്ത് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. ഞാൻ വന്നിരുന്ന പൗര സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യം അതാ, എടി സിസ്റ്ററെ ഞാനേ ഒത്തിരി പ്രാർത്ഥിച്ചാ ഒരുങ്ങി വന്നത്, കാരണം ഈ ദേശം ഇതിനകം അങ്ങനെ ഉള്ളതാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവാത്മാവ് തന്ന ആലോചനയും സിസ്റ്റർ പറയുന്ന ആ വാക്കും കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്ന് പാടിയപ്പോൾ ദൈവാത്മാവ് തന്ന ആലോചനയാ, അഭിഷിക്തനെ ദൈവശക്തമായി ദേശങ്ങളിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. സമാധാനമില്ലാതെ കുടുംബ ജീവിതത്തിന്റെ അകത്തളങ്ങൾ, സ്വസ്ഥതയില്ലാതെ വണ്ടിയിൽ ഇവിടെ കെട്ടിയിട്ട് കൊണ്ടിനകത്ത് പക്ഷെ പോകുമ്പോൾ കെട്ടുപൊട്ടി ബന്ധനം അഴിഞ്ഞ് അന്ത്യകാലത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുകയാണ്. അഭിഷിക്തൻ മാത്രമല്ലെന്നേ, അഭിഷിക്തന്റെ തലമുറകളും ഒരുമിച്ച് നിന്ന ഈ ദേശം പിടിച്ചടക്കാൻ പോവുകയാണ്. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളുണ്ട്. മാരകമായ രോഗങ്ങൾ ബാധിച്ച് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അവസരം തരും. പൈശാചിക ബാധയാണ് സമാധാനമില്ലാതിരിക്കുന്ന ചില യുവ തലമുറകൾ ഇതിനകത്ത് ദൈവം കൊണ്ടുവരും. അത് കഴിയുമ്പോൾ അവർ സ്നാന കടവിലിറങ്ങും. കൂട്ടമായി ജനം സ്നാനപ്പെടാൻ പോവുകയാണ്. ഇത് നിങ്ങളെ ഇളക്കി മറിക്കുവാൻ പറയുന്ന ദൈവിക ആലോചന അല്ലേ അല്ല. പരിശുദ്ധാത്മാവ് തന്ന നിയോഗമനുസരിച്ച് പറയുകയാണ്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുടെ ഭവനത്തിനകത്ത് ഇനിയും മുളപൊട്ടി വരാനുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കായി ഇപ്പൊ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തലമുറകൾ മാത്രമായി ആലയത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയാ, കുടുംബമായി ഈ 2025 അവസാനിക്കുന്നതിന് മുന്നേ കുടുംബമായി ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ സേവിക്കും. ദൈവാത്മാവ് കൊണ്ടുവരും. പ്രതിയോഗി നമ്മെ പറ്റി എന്തും പറയട്ടെ, പലപ്പോഴും പ്രതികരിക്കാൻ തോന്നിയിട്ടില്ലേ? പ്രതികരിച്ചു പോയേനെ. പലതും ഓർത്താ പ്രതികരിക്കാതിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയാ, നീ മൗനമായിരിക്കുക. എന്റെ പ്രവൃത്തി അധികം താമസമില്ല എന്റെ കൂടാരത്തിൽ ഇറങ്ങും. അപ്പൊ ഹന്ന വളരെ വേദനയോടെയാണ് ദൈവസേനയിൽ പ്രാർത്ഥിച്ചത്. എൻ്റെ ഒരു ചെറിയൊരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ ദൈവസേനയിൽ വചനം അല്പ ശുശ്രൂഷിച്ച് ദൈവം തന്ന ദൈവിക ആലോചന ചിലരോട് വ്യക്തിപരമായി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്തളങ്ങളിൽ
ഞാൻ നിങ്ങളെ നെടുങ്കണ്ടം പ്രദേശത്ത് ഇടുക്കിയിലായിരുന്ന സമയത്ത് ഒരു ദിവസം പവിത്ര സിസ്റ്റർ ഇതുപോലെ എന്നെ വിളിച്ച് പറയുവാനൊക്കെ ഇടയായിരുന്നു, ദൈവം നിന്നെ രാജ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേകം മീറ്റിങ്ങുകൾ ദൈവം തരുമെന്ന്. അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ ഞാൻ പവിത്ര സിസ്റ്റർ ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ഞാൻ വെറുതെ ഒന്ന് ആഗ്രഹിച്ചു, ദൈവമേ എനിക്കിതുപോലെയൊക്കെ പറ്റുമോ എന്ന് ചുമ്മാ ആഗ്രഹിച്ച കേട്ടോ ഉള്ളിൽ. ഞാൻ എൻ്റെ കിച്ചണിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മീറ്റിംഗ് കേൾക്കുന്നു. അപ്പോൾ എനിക്കും കഴിയുമോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഞാനും സംഭവം മറന്നുപോയി. പക്ഷെ വീണ്ടും എന്നെ പവിത്ര സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ്, നിന്നെ ദൈവം മാനിക്കാൻ പോവുകയാണ്, ശുശ്രൂഷാ തലത്തിൽ ദൈവം ഉയർത്താൻ പോവുകയാണ്. എന്നെ അറിയാവുന്നുള്ള വിജയാനി വിളിപ്പുണ്ട്. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഈ കൃപ ദൈവം എനിക്ക് തരുവാനിടയായി ചേർന്നത്. അന്ന് എൻ്റെ പിതാവ് എന്നോട് പ്രകാരം പറഞ്ഞു, പുറത്തൊന്നും പോകണ്ട, വീട്ടിൽ ആര് വന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആലോചന പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെ ശിക്ഷണത്തിൽ അവർ പറഞ്ഞ ഉപദേശത്തിന് കീഴിൽ എൻ്റെ വിവാഹം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ അടുത്ത് വന്ന ജോലി ആൻറ്റിക്കൊക്കെ അറിയാം, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷേ പുറത്ത് ഞാൻ ഒരിക്കലും ശുശ്രൂഷയ്ക്ക് പോകാറില്ല. വിവാഹം കഴിഞ്ഞപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ആദ്യം എന്നോട് പറഞ്ഞ ഇപ്രകാരമാണ്, പൊതു ശുശ്രൂഷയാണ്, സഭാ ശുശ്രൂഷ ആഗ്രഹമല്ല എന്ന്. പക്ഷെ ദൈവസനയെ നമ്മൾ പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു, സഭാ ശുശ്രൂഷയിൽ ഇറങ്ങി. എന്നാൽ പവിത്ര സിസ്റ്റർ ഇത് പറഞ്ഞപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ആ വിഷയം ഏറ്റെടുത്തില്ല. എൻ്റെ ഹൃദയപരമാർത്ഥത ഞാൻ പറയാം, എന്നെ ഉപയോഗിക്കാനോ, ഒരു കൊച്ചിൻ്റെ അമ്മയായി, ഒരു സഭാ ശുശ്രൂഷേൻ്റെ ഭാര്യ, അപ്പോൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ പവിത്ര സിസ്റ്റർ എന്നെ ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഫെബ്രുവരി മാസം അവിടെയായിരുന്നു എൻ്റെ തുടക്കം. എങ്ങനെ എൻ്റെ ദൈവത്തിന് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അതിരാവിലെ തിരുസന്നിധി എന്ന് പറയുന്ന ആദ്യത്തെ സൂം മീറ്റിങ്ങിൽ 5:30 ഞാൻ മെസ്സേജ് പറയുവാനിരുന്നു. അത് മാത്രമേ എനിക്ക് ഇന്നും ഓർമ്മയുള്ളൂ. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏകദേശം 70ഓളം സൂം മീറ്റിങ്ങുകൾ ദൈവത്തിനെ ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ അധികാരപ്പെടുത്തി. എന്നെ കഴിവല്ല, എടുക്കല്ല. ഞാൻ എന്നിട്ട് അഭിഷേകനോട് പറയുമായിരുന്നു, അച്ചാച്ചൻ വളരണം, ഞാൻ കുറയണം, എനിക്ക് 4 ചുമരുകൾക്കുള്ളിലിരുന്ന് പോയാൽ മതി, അച്ചാച്ചനെ എല്ലാവരും അറിയണം. ഞാൻ എന്നിട്ട് ദൈവത്തോടൊത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേ വേണ്ട, എനിക്ക് ഈ ശുശ്രൂഷയൊന്നും വേണ്ട. പക്ഷേ വീണ്ടും പവിത്ര സിസ്റ്റർ എന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് പറയും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് പറയാൻ വിളിച്ചു. അതിലും മെസ്സേജ് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ദൈവം എന്നെ നടത്തിയ വിധം ഓർത്താൽ സത്യം പറഞ്ഞ 2025 പ്രവേശിച്ചപ്പോൾ നിറകണ്ണുകളോടെ ആ ദിവസം ഞാൻ ആയിരുന്നത്. കാരണം എൻ്റെ കുടുംബത്തെ ദൈവം അത്രമാത്രം കരുതി. ഏകദേശം 2.5 വർഷം എൻ്റെ പിതാവിന് ജോലിയില്ലാതെ ആയിട്ട് ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്തിയില്ല. ഞാനൊരു രാത്രി ദൈവത്തോട് കരയാനിടയായി. ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഏക മകളാണ്. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, 2.5 വയസ്സിൽ താൻ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ശേഷം ഒറ്റ മകളായിട്ടാണ് വളർന്നത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ലാളനെ സ്നേഹം ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഒത്തിരി കൊഞ്ചിച്ചൊന്നുമല്ല എന്നെ വളർത്തിയത്. അടി തരേണ്ടടുത്ത് അടി തന്നൊക്കെയാണ് വളർത്തിയത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവിനെ ദൈവം ഒത്തിരി മാനിച്ചു.
എന്നാൽ ഈ 2.5 വർഷം ജോലിയില്ലാതെ കിടന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമാണ്, ദൈവമേ, എനിക്ക് കിട്ടുന്നത് എന്തെന്ന് എൻ്റെ അപ്പനറിയാം, പക്ഷേ അതിൽ നിന്ന് എൻ്റെ പിതാവിനും മാതാവിനും ഞാൻ എന്ത് കൊടുക്കും? എന്നാൽ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എൻ്റെ ഈ ചെറുപ്രായത്തിൽ വെച്ച് കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ പിതാവിനെയും മാതാവിനെയും അവരുടെ ആവശ്യങ്ങളിൽ ദൈവം എനിക്ക് കൊടുക്കുക കരങ്ങളിൽ തന്നു. എനിക്ക് എത്ര നന്ദി പറയണം ദൈവത്തിന് അറിയത്തില്ല, എങ്ങനെ തുള്ളിച്ചാടണമെന്ന് അറിയത്തില്ല. കാരണം അങ്ങനെയായിരുന്നു എൻ്റെ സാഹചര്യം. പക്ഷെ എൻ്റെ ഈ ചെറുപ്രായത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി ദൈവിക കരുതലുകൾ അനുഭവിച്ചറിയാൻ പറ്റിയൊരു വർഷമായിരുന്നു. ഈ വചനം ഞാൻ പറയുമ്പോൾ ഇത് എന്നെ സ്പർശിക്കുന്നതാണ്. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഒരു നിമിഷം നെഞ്ചത്ത് കൈവച്ച് പറയാമോ, ഹൃദയം നുറുങ്ങിയ എനിക്ക് ഹൃദയം നുറുങ്ങിയ എനിക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്ന എന്നെ എൻ്റെ ദൈവം രക്ഷിക്കും. എന്നെ രക്ഷിക്കാൻ പോകുകയാ. എൻ്റെ തകർച്ചയുടെ മേൽ ദൈവാത്മാവ് പണിയാൻ പോകുകയാ. ഞാൻ ഈ അനുഭവം പറഞ്ഞത് ഇതിനേക്കാൾ ഭയാനകമായ അനുഭവത്തിൽ കൂടെ കടന്നുപോയവരായിരിക്കും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥകളെ മാറ്റുക, നമ്മുടെ നിലവുകളെ മാറ്റുക. നാം കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ അകത്തളങ്ങളിൽ എന്നെ നിന്നെ നിർത്തുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഒരു വിധവയെ നമുക്ക് കാണാം. മകൻ നഷ്ടപ്പെട്ടു പോയി. താനൊരു വിധവയാണ്. ഏക ആശ്രയം എന്ന ഈ മകൻ മാത്രമായിരുന്നു. ഈ മകനെയും ചുമന്നുകൊണ്ടുള്ള മഞ്ചത്തിന്റെ മുമ്പിൽ ഈ മാതാവ് കടന്നു വരികയാണ്. നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരാണല്ലോ. നമുക്കറിയാം ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്തായിരിക്കുമെന്ന്. അല്ലെങ്കിൽ ആ മാതാവിനെ തിരിഞ്ഞു നോക്കുവാൻ ഒന്നുമില്ല, കാരണം താൻ വിധവയാണ്. ആകെ ആശ്രയം ഈ മകൻ മാത്രം. ആ മകൻ്റെ ആ മഞ്ചത്തിൽ പൊക്കോണ്ടിരിക്കുകയാ. അല്പസമയം കൂടെ കഴിഞ്ഞ പിന്നെ മുഖം കാണാൻ പറ്റത്തില്ല. മണ്ണുകൊണ്ട് മറവ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് എല്ലാ ആശയും കൈവിട്ട് ആ മാതാവ് നിലവിളിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണേ, ആ പട്ടണത്തിന്റെ വാതിക്കൽ വരുമ്പോൾ അല്ലെങ്കിൽ മഞ്ചം ചുമന്നുകൊണ്ട് വരുന്ന ഒരു കൂട്ടർ, അതിൻ്റെ അപ്പുറത്ത് കടന്നു വരുന്നത് അല്ലെങ്കിൽ ജീവന്റെ ദാതാവ് കടന്നു വരികയാ. ജീവൻ നഷ്ടപ്പെട്ട ഒരു മഞ്ചം കടന്നു പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എതിരെ കടന്നു വരുന്ന ജീവന്റെ ദാതാവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ ആലോചന കൈമാറട്ടെ. പ്രതീക്ഷകൾ കൈവിട്ട് ഇനി ആശയ്ക്ക് ഒരു വകയുമില്ല എന്ന് പറഞ്ഞ് ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന പ്രിയ ജനമേ, പരിശുദ്ധാത്മാവ് പറയുകയാ, നിന്റെ ജീവൻ ഇല്ലാതെ കിടക്കുന്ന വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ജീവന്റെ ദാതാവ് ഒന്ന് തൊടാൻ പോകുകയാ. ഇന്ന് പകൽക്കാല ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ജീവൻ ഇല്ലാതെ കിടക്കുന്ന ചില വിഷയത്തിനകത്ത് ഇനി ഒരിക്കലും മറുപടി കിട്ടുകയില്ല. വെറുതെ പ്രാർത്ഥിക്കാമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, ആ വിഷയത്തിന്റെ അകത്തളങ്ങളിൽ താമസവിന് ഒരു മറുപടി വെളിപ്പെടാൻ പോകുക. ജീവന്റെ ദാതാവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. ആ ജീവന്റെ ദാതാവിൽ നിന്ന് ചില ജീവന്റെ അനുഭവങ്ങൾ നിന്നെയും പ്രാർത്ഥന വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവാത്മാവ് വായിക്കാൻ പോകുക. ഞാൻ അധികത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ നാം ഇരിക്കുന്നിടത്ത് തന്നെ അല്ലെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഇനിയുള്ള സമയം അല്ലെങ്കിൽ ഹൃദയ നുറുക്കത്തോടെ കരഞ്ഞാട്ട് എന്നോട് സംസാരിക്കണം വ്യക്തിപരമായി. ദൈവമേ, ദൈവിക ആലോചന എന്നോട് കൈമാറണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇനിയുള്ള സമയം ആരും അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ദൈവത്തോട് നിങ്ങളുടെ ഹൃദയവേദനകൾ പറഞ്ഞാട്ടെ. ഉടകവനകഷ് എന്നോട് സംസാരിക്കണമേ. അപ്പാ, ആരും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല.
കരയേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ കരഞ്ഞൊന്ന് തീർത്താട്ടെ, മനസ്സൊന്ന് ഫ്രീ ആകട്ടെ. ഹല്ലേലൂയ. കുറെ നാളായി വിഷമങ്ങൾ കൊണ്ട് നടക്കുകയല്ലേ, കുറെ നാളായി വേദന തിന്ന് ജീവിക്കുകയല്ലേ. ഓ ധ്യാനത്തിങ്കൽ തീ പിടിക്കുന്ന ഒരു അനുഭവം പോലെ പരിശുദ്ധാത്മാവ് ചിലതിനെ തൊട്ടുകൊണ്ടിരിക്കുകയാ. എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മയോമനിക്കുന്നത് പോലെ, ഒരപ്പൻ താലോലിക്കുന്നത് പോലെ എന്നെ നിന്നെ ദൈവാത്മാവ് പണിയാൻ പോകുകയാ. അസ്തനെ റിബൽഖന ഔഷേ റഗമാനഗസ്യാരവ അചുരാ ജഗൽഖന വൈശവന ഘടക ദീപ പ്രൗഢവന ഘടകസ്യേ ഹംദുരാ ജഗൽഖന വൈശവന അടകം പ്രൗഢവന ഘടക. Thank you, Holy Spirit.
സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ അങ്കിളിനോട്, ആ വൈറ്റ് ഷർട്ടിട്ടിരിക്കുന്ന അങ്കിളിനോട് ദൈവാത്മാവ് ആലോചന കൈമാറുകയാണ്. തകർച്ചയുടെ വക്കോളം എത്തിയിരിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ കാഴ്ചയോട് മുമ്പോട്ട് വെക്കും, എന്തായി തീരുമെന്ന് ജീവിതത്തിൽ അകത്തിളങ്ങി നീറിൽ പുകയുന്ന വിഷയങ്ങളുമായി 2021 6-ാം മാസത്തിൽ ചില തകർച്ചകൾ കടന്നു വന്നതാ. ചെയ്യുന്നതൊന്നും ശരിയായ റൂട്ടിൽ പോകുന്നില്ല, എന്ത് ചെയ്യണം എന്ന് വളരെ വേദനയോടെയാ ആരാധനയ്ക്ക് വരുന്നു പോകുന്നെങ്കിൽ ഹൃദയത്തിനകത്ത് ഭാരം കൊണ്ട് വെള്ളിപ്പൊട്ടുകയാ. പരിശുദ്ധാത്മാവ് പറയുകയാ, അടുത്ത മാസം 15-ാം തീയതി ആകുമ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി വഴി ദൈവം തുറന്നു വെച്ചിട്ടുണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. തകർച്ചകളെ പണിയുന്ന, ഇല്ലായ്മകളെ അല്ലെങ്കിൽ പണിയുന്ന എൻ്റെ കര ഈ ദിവസങ്ങൾ അനുകൂലമായി ചലിച്ച് ദാസനെ ഉടകവന നീ ആയിരിക്കുന്ന ദേശത്ത് പ്രതിയോഗി നിന്നെ കുറിച്ച് പലതും പറയുമ്പോൾ ദൈവാത്മാവ് പറയാ, മൗനമായിരിക്കുക. വാഗ്ദത്തം നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങൾ വെളിപ്പെടുവാൻ സമയമായെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. പ്രിയങ്ങളെ ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ ദൈവാത്മാവ് വ്യക്തമായ ആലോചന തന്നതാ. തകർച്ചയുടെ വക്കോളം നിരാശയുണ്ട്, ഭാരമുണ്ട്, പുറമേ കരയത്തില്ല, അകത്തളങ്ങൾ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാ, കുടുംബത്തിന്റെ അകത്തളങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലേ, തകർന്നു പോയില്ലേ? ദൈവാത്മാവ് പറയാ, ശരിയായി ഒന്നേന്ന് ഞാൻ പണിതെടുക്കാൻ പോകുകയാ. അജുരാറവൻ ഒന്നേന്ന് ചിലതിനെ പണിതെടുത്ത് നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒരു തീനാളമായി ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ഇതിനകത്ത് പ്രത്യേകിച്ച് ദൈവാത്മാവ് തന്നൊരു വിഷയം പറയുവാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യയുടെ ചില പ്രവണതകൾ. മരിച്ചാൽ മതി അങ്ങനെ ചിന്തിക്കുന്നവരകത്തുണ്ട്, ചിന്തിച്ചവരുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, നീ നിനക്ക് തന്ന ജീവനെ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിന് കൈകാര്യം ചെയ്യും. വിശ്വാസത്തോടെ കടന്നു പോകും. ഉടകവനകരസ്യ ആ സിസ്റ്ററോട് ദൈവാത്മാവ് വ്യക്തമായ ആലോചന കൈമാറുകയാണ്. ഹൃദയം വേദനിച്ചുകൊണ്ടായിരിക്കുന്നത്, ഹല്ലേലൂയ, ഭാരത്തോടെയായിരിക്കുന്നത്, ഹല്ലേലൂയ, എന്തിന് എന്നുള്ളൊരു ചിന്തയാ. അലറി പൊട്ടി കരയണമെന്ന് നീ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വീട്ടിനകത്തങ്ങനെ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ആരോടൊന്നും പറയുന്നില്ല, എല്ലാം സ്വയം സഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയാ, ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത്. ഇന്നു മുതൽ യേശുവിന്റെ ഉള്ളിൽ വാഴുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമാധാനം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സമാധാനത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ എന്തെന്ന് നീ ചിന്തിച്ചിട്ടില്ലേ? നിൽക്കുന്ന നിൽക്ക് ഞാൻ മരിച്ചു വീണെങ്കിലെന്ന് നീ ചിന്തിച്ചില്ലേ? ദൈവാത്മാവ് പറയാ, നീ ആയിരിക്കുന്ന ദേശത്ത് ദൈവാത്മാവ് നിന്നെ പണിയാൻ പോകുകയാ. താമസവിനെ നീ ദൈവത്തിന്റെ സാക്ഷിയായി പുറത്തു വരാൻ പോകുകയാ. താമസവിനെ യഹോവയുടെ ഒരു സാക്ഷിയായി നീ പുറത്തു വരാൻ പോകുകയാ. ദൈവാത്മാവ് ആലോചന കൈമാറുകയാ. നിന്റെ തകർന്ന ഉടഞ്ഞ ജീവിതത്തെ, അല്ലെങ്കിൽ ഒരു കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ഏൽപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ നീ ഭവനത്തിൽ ചെല്ലുമ്പോൾ കണ്ണുകൾക്ക് ആശ്ചര്യം കൂറുമാറ് ചില ദൈവിക പദ്ധതികളും പ്രവൃത്തികളും ഈ ആണ്ടിൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുക. വണ്ടിയിൽ പോകുമ്പോൾ തീർന്നെങ്കിലെന്ന് നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? പലപ്പോഴും നീ അങ്ങനെ വാഹനം ഓട്ടിച്ചിട്ടില്ലേ? കൈകാര്യം ചെയ്തിട്ടില്ലേ? ദൈവാത്മാവ് പറയുകയാ, മകളെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി
എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാണ്. ഒരു നിമിഷം എല്ലാവർക്കും നിങ്ങളായിരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കാൻ പോകുകയാ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് എല്ലാവരും തങ്ങളുടെ വലതു കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ ഭാരത്തോടെ വേദനയോടെ വന്ന വിഷയങ്ങളുണ്ട്. അതിന്റെ അകത്തളങ്ങളിൽ ഞാൻ തിരികെ വീട്ടിൽ പോകുകയാ. ദൈവപ്രവൃത്തി എന്റെ വീട്ടിനകത്ത് വെളിപ്പെടുക. സിസ്റ്റർ വീട്ടിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. ഒരു അസാധാരണമായ ദൈവിക കൃപ, ഒരു അസാധാരണമായ ദൈവിക അസാധാരണമായ ആരുടെയും തല തറയിലടിക്കാതെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് എല്ലാവരുടെ പുറകെ ചിന്തിക്കുക. ഒരു പ്രശ്നം ഉണ്ടാകരുത്. ദൈവം ചെയ്ത ഗ്രൂപ്പ് മെമ്പേഴ്സ് പ്ലീസ് കോർഡിനേറ്റ്. ചില പദ്ധതികൾ ഉറകവ നിന്റെ ഹൃദയ വേദന ഭാരം ദൈവാത്മാവ് അഴിക്കുക. അല്പസമയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട്, നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ട് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരത്യന്തമായ ദൈവശക്തി, പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ചില വേദനകൾ, മുറിവുകൾ ഇന്നൊരു പകൽക്കാല ദൈവാത്മാവ് കെട്ടുകയാ. ചില മുറിപ്പാടുകൾ ആരും നിങ്ങളുടെ തലയിൽ തൊടണ്ട. ദൈവാത്മാവ് നിങ്ങളെ എടുക്കാൻ പോവുകയാ. ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. മുട്ടിന് വേദന കൊണ്ടിട്ട്, നടുവിന് പ്രയാസം കൊണ്ടിട്ട്, അല്ലെങ്കിൽ തലയ്ക്ക് വകച്ച്, അല്ലെങ്കിൽ ഒരു മൂള പോലെ പോകുന്ന അനുഭവങ്ങള് യേശുവിന്റെ നാമത്തിൽ ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ ചില മരണ ദൂതൻ യേശുവിന്റെ നാമത്തിൽ, ചില സംഹാര ദൂതൻ നിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുക. ചില ആത്മഹത്യ പ്രവണതകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചില ദൈവിക പദ്ധതിക്ക് വേണ്ടി ചിലത് പുറത്തു വരട്ടെ. ചില ദൈവിക പദ്ധതിക്ക് വേണ്ടി ചില ദൈവിക പദ്ധതി തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ചിലർക്കകത്ത് തലമുറകൾ ദൈവാത്മാവ് നൽകുക. നിന്റെ ഉദരത്തെ ദൈവം തൊടുക. ചില നിയോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൈമാറുക. ചില നിയോഗങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഒരു മഴയായി ദൈവശക്തി വ്യാപരിക്കുക. ഒരു മഴയായി പുറകിൽ നിൽക്കുന്ന സഹോദരിമാരുടെ അടുക്കലേക്ക് ദൈവസാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അസാധാരണമായ ദൈവസാന്നിധ്യം. അസാധാരണമായ ദൈവസാന്നിധ്യം. ആത്മാവ് നിയോഗിക്കുന്ന ചെന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ആത്മാവ് നിയോഗിക്കുന്നത് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. ചില പൈശാചിക പോരുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. ചില പൈശാചികമായ പോരുകൾ അഴിയുകയാ. കുടുംബങ്ങളെ നാടുകളെ കെട്ടിവരിക്കുന്നതായ പൈശാചികമായ ചില പോരുകൾ അഴിയുകയാ. തീ പിടിച്ചാൽ പൈശാചിക പോരിന് നിൽക്കാൻ കഴിയത്തില്ല. തീ
തീ പിടിച്ചാൽ, നിന്നെ എന്റെ ശരീരത്തിൽ ഒരു തീ വ്യാപരിച്ചാൽ, പൈശാചികമായ ചില പോരുകൾ അഴിയത്ത്, നാളുകളായി ബന്ധനങ്ങൾ കൊണ്ടിട്ട് നിന്റെ തലമുറകളെ മുന്നോട്ട് വിടാറവണ്ണ വ്യാപരിച്ച് നിൽക്കുന്നതായ ചില പൈശാചിക ബന്ധന ശക്തികൾ നിന്റെ തലമുറകളെ വിട്ട് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു ദൈവിക കൃപ രാജ്യങ്ങളിലേക്ക് നിന്റെ തലമുറകളെ ദൈവാത്മാവ് കൊണ്ടുപോകാൻ പോവുകയാ. രാജ്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാലും കർത്താവിന്റെ ദാസങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി യോഹാനന്തരങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കും. താല്പര്യമുള്ളവർക്ക് മുൻപോട്ട് വന്നാൽ എല്ലാവർക്കും പ്രിയ സഹോദരിമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകാല ഒരു അറിയിപ്പ് ശ്രദ്ധിച്ചാലും പ്രത്യേകാല പ്രാർത്ഥന വിഷയമുള്ള പ്രാർത്ഥന നടക്കാത്ത വിഷയമുള്ളവർക്ക് അടുത്ത മാസം ഫെബ്രുവരി മാസം 13, 14, 15 എന്ന തീയതികൾ, വ്യാഴം, വെള്ളി, ശനി എന്നീ തീയതികളിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കൊണ്ട് വെച്ചിട്ടുണ്ട്. അടുത്ത മാസം കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് യോഹാനന്തര നോട്ടീസ് ലഭിക്കുമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നിൽക്കാം. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. യെസ്. സകല ജഗത്തിലെ സമയമല്ലോ അന്ത്യാലാഭിഷേകം സകല ജഗത്തിലെ സമയമല്ലോ അന്മാവിൽ നിറയ്ക്കണമേ നാമായി പണിയണമേ ഒതുങ്ങാവിശേണമേ അന്നയായി ഒഴിയണമേ ഓടിമൂലമിറങ്ങണമേ അന്നാമായി പണിയണമേ ഒതുങ്ങാവിശേണമേ അന്നയായി ഒഴിയണമേ അതിയുടെ താഴ്വരയിൽ ഒരു ശൈലത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ഞാൻ മാറു പ്രവചിച്ചിടായുടെ താഴ്വരയിൽ ഒരു ശൈലത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ഞാൻ മാറു പ്രവചിച്ചിടാണമേ അഗ്നിനാവായി പണിയണമേ ഓടുങ്ങായി വിശേഷമേ അമ്മ നദിയായി ഒഴുകണമേ ഓടിങ്ങണമേ അഗ്നിനാവായി പണിയണമേ ഓടുങ്ങായി വിശേഷമേ അമ്മ നദിയായി ഒഴുകണമേ ഓടങ്ങലിന്റെ പ്രാർത്ഥനയിൽ ഒരു ദൈവം കാണുന്നു. ആരാധനപോലെ അഗ്നിമയായി പെയ്യണമേ അഗ്നിലിന്റെ പ്രാർത്ഥനയിൽ ഒരു ദൈവം ഞാൻ കാണുന്നു. അഗ്നിമയായി പെയ്യണമേ ഓടിപോലെ ഇറങ്ങണമേ അഗ്നിനാമായി പണിയണമേ ഓടുങ്ങാവിശേണമേ അന്നമണിയായി ഒഴുകണമേ ഓടിപോലെ ഇറങ്ങണമേ അഗ്നിനാമായി പണിയണമേ ഒടുങ്ങാവിശേണമേ അന്നമണിയായി ഒഴുകണമേ ഓടിപോലെ ഇതുപോലെ ഇറങ്ങണമേ അഗ്നിനാമായി പണിയണമേ ഒടുങ്ങാവിശേണമേ അന്നമണിയായി
ഈശോയെ സകലമായ ദൈവത്തെ സ്തുതിച്ചാണ്. ഓ ഇതുവരെ കണ്ടില്ലാത്ത വലിയ അനുഭവങ്ങൾ ആമേൻ അവിടുത്തെ ദൈവം ഇറക്കുകയാണ്. ഈ അഭിപ്രായമാണ് നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് വലിയ സാധ്യത അക്കിന് മഴ പെയ്യാൻ പോവുകയാണ്. ദൈവ സാധ്യത ഇറങ്ങട്ടെ. അവൻ അന്ധകാരികൾ ഓടി പറയുന്നു. ദൈവ സാധ്യത ഇറങ്ങട്ടെ. ശക്തിയോടെ അവരെ ആരാധിച്ചു പറയുക. യെസ് 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇരിക്കുമ്പോൾ തന്നെ കണ്ണുടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഹല്ലേലൂയ. ഈ അനുഗ്രഹമായ ഒരു ശുശ്രൂഷ ഞങ്ങൾ തന്ന വൻകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. എന്നെ തൊട്ടൊരു ഞാൻ തൊട്ടൊരു സൗഖ്യം പ്രാപിച്ചതുപോലെ ഇവിടെ കടന്നു വന്ന സകല ജനവും അനുഗ്രഹം പ്രാപിച്ച വൻകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു അപ്പച്ച. ഹല്ലേലൂയ. കർത്താവ് കടന്നു വന്നതുപോലെയല്ല, കടന്നു പോകുമ്പോൾ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു സാക്ഷിയുള്ള മക്കളായി തീരുവാൻ കൃപ ചെയ്തതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നത് അവിടെ ജീവിതത്തിലേക്ക് ദൈവം വലിയതൊന്ന് പറയുക കൃപ ചെയ്തതിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇവിടെ വചന സംസാരിച്ച മക്കളായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിൽ നേതൃത്വപ്പെടുത്ത കർത്തദാസനായ കർത്താവ് ഞങ്ങൾക്കായി കർത്താവ് കീബോർഡ് വായിച്ച മകനായിട്ട് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. സകല പേരെ അപ്പനേരെ ഏൽപ്പിക്കുന്നു, അടിയനെ അപ്പനെ ഏൽപ്പിക്കുന്നു കർത്താവ്. അങ്ങനെ ക്രൂശിന്റെ മാറായി വഹിച്ചുകൊള്ള പ്രാർത്ഥന യാചന കേട്ടു നന്ദി യേശുനാഥൻ പിതാവേ ആമേൻ. പ്രാർത്ഥന സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനെ ആശ്വസിപ്പിക്കുന്ന കൂട്ടായ്മയും നാം ഇവരോടും ഇന്ന് പറഞ്ഞേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ അയക്കാൻ അടിയാരേ മനസ്സിൽ ഉടയമോ അരുണേ വന്മനം മനസ്സിൽ ഉടയമോ അരുണേ വന്മനം ഈ മിൽ സഹിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.